മുൻ ചീഫ് സെക്രട്ടറി ജിജി തോമസ് 1983 മൂവാറ്റുപുഴ സബ് കളക്ടറായിട്ടാണ് എൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. അന്ന് 83 തന്നെ മൂവാറ്റുപുഴ ഒരു സെപ്പറേറ്റ് ജില്ലയാക്കണമെന്ന ആവശ്യമുണ്ടായിരുന്നു. കാരണം നമ്മൾ എറണാകുളം ജില്ല എടുത്ത് നോക്കുക, അതിൻ്റെ പടിഞ്ഞാറ് വശം കൊച്ചി കേന്ദ്രമായിട്ടുള്ള സ്ഥലങ്ങളാണ്. അവിടെ നഗരവൽക്കരണം, പിന്നെ പോർട്ട്, എയർപോർട്ട്, മെട്രോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും അവിടെ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന കാര്യങ്ങൾ. മൂവാറ്റുപുഴ, കുന്നത്തുനാട്, കോതമംഗലം, കൂത്താട്ടുകുളം തുടങ്ങിയ ഈ മേഖലകളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ കാട്, നദി, ഇങ്ങനെ ഒരു പ്രകൃതി ഭംഗിയുള്ള ഒരു ഗ്രാമീണ ഒരു പശ്ചാത്തലമാണ് അവിടെയുള്ളത്. അവിടുത്തെ പ്രശ്നങ്ങൾ വേറെയാണ്. ഈ രണ്ട് പ്രശ്നങ്ങളും കൂടെ നമ്മൾ വേർതിരിച്ച് കാണും. അപ്പോൾ രണ്ട് ലോകങ്ങൾ പോലെയാണ് ഈ ജില്ല. ഒരു പുതിയ ജില്ല ഉണ്ടാക്കണമെങ്കിൽ 250 മുതൽ 400 കോടി വരെ രൂപ ചിലവഴിക്കേണ്ടി വരും. പുതിയ കളക്ട്രേറ്റ്, SP ഓഫീസ്, പുതിയ ജില്ലാ മേധാവികളുടെ പിന്നെ ഓഫീസുകൾ, ഇതെല്ലാം അവിടെ ഉണ്ടാക്കേണ്ടി വരും. അറിയാവുന്ന പോലെ നിലവിൽ എറണാകുളം ജില്ലയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് പടിഞ്ഞാറ് ഭാഗത്തുള്ള കൊച്ചി നഗരത്തിലാണ്. ഈ കാണുന്ന കൊച്ചി നഗരത്തിലാണ് ഉള്ളത്. ഇത് കിഴക്കൻ മലയോര മേഖലയിലുള്ളവർക്ക് ഭരണപരമായ ആവശ്യങ്ങൾക്കായി എത്തിപ്പെടാൻ വലിയ പ്രയാസമുണ്ടാക്കുന്നതാണ്. ഈ മൂവാറ്റുപുഴ, ഒപ്പം കോതമംഗലം, ഈ രണ്ട് താലൂക്കുകൾ, അതോടൊപ്പം തന്നെ കുന്നത്തുനാടിന്റെ ഒരു ചെറിയ ഭാഗം, ഇതൊക്കെയാണ് ഈ ഭാഗം ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ ജില്ല രൂപീകരിക്കണം എന്നുള്ള നിർദ്ദേശമാണ്. ഒപ്പം ഈ പറഞ്ഞതുപോലെ ഇടുക്കിയുടെ കുറച്ച് ഭാഗങ്ങളും തൊടുപുഴ പോലെയുള്ള ചില ഭാഗങ്ങളും കൂടി വന്നുകൊണ്ട് മൂവാറ്റുപുഴ ജില്ല, എറണാകുളത്തെ വിഭജിച്ചുകൊണ്ട് മൂവാറ്റുപുഴ എന്ന തരത്തിൽ മലയോര മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ജില്ല രൂപീകരിക്കണം എന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം. നോക്കൂ, ഇതാണ് മൂവാറ്റുപുഴ, ഇവിടെ കോതമംഗലമുണ്ട്, ഇതാ കുന്നത്തുനാടിന്റെ കുറച്ചു ഭാഗമുണ്ട്, ഇടുക്കിയുടെ കുറച്ചു ഭാഗങ്ങളും കൂടി ചേർന്നുകൊണ്ട് ഒരു ജില്ല, മൂവാറ്റുപുഴ എന്ന ജില്ല എറണാകുളത്ത് വിഭജിച്ച് 2 ജില്ലയായി മാറ്റണമെന്നതാണ്. ഇത് ഈ കാർഷിക അഭിവൃദ്ധിക്കും ടൂറിസം മേഖലയുടെ വളർച്ചയ്ക്കും ഒക്കെ വലിയ രീതിയിൽ ഗുണകരമാകുമെന്നാണ് അഭിപ്രായം. കൂടാതെ ഈ ജില്ലാ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഫണ്ടുകൾ അനുവദിക്കുമ്പോൾ മലയോര മേഖലയ്ക്ക് അതിന്റെ ഗുണം ലഭിക്കും എന്നുള്ള പ്രത്യേക ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാൻ സഹായിക്കും എന്നതുകൂടിയാണ് ഈ വാദം വരുന്നത്. അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് മലയോര മേഖല, എറണാകുളത്തിന്റെ മലയോര മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പുതിയ ജില്ല വരുമോ എന്നത് തന്നെയാണ്. വരും എന്നതാണ് പറയുന്നത് ആര്? നമ്മുടെ മുഖ്യമന്ത്രി പറയുകയും ചെയ്യുന്നത്. മാത്യു കുഴൽനാട് MLA ആവശ്യത്തിന് ഉടനടി തന്നെ മുഖ്യമന്ത്രി ആ വേദി മറുപടി നൽകുന്നുമുണ്ട്. എനിക്ക് മൂവാറ്റുപുഴക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മൂവാറ്റുപുഴ ജില്ല എന്ന് പറയുമ്പോൾ എനിക്കൊരു ചെറിയ വിഷമം വന്നു. കാരണം എന്റെ ജില്ലയിൽ നിന്ന് മൂവാറ്റുപുഴ വേറിട്ട് പോകുമെന്നല്ല, എന്നാലും ആ കാര്യം കൂടി ഗൗരവമായി പരിശോധിക്കുന്ന